നമ്മളിപ്പം പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നത് കേട്ടോ. ഇവിടുത്തെ മനോഹരമായ കുറേ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാമേ. ഞാൻ ഈ ഇലന്തൂരൊക്കെ ആദ്യമായിട്ട് വരികയാണേ. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് അപ്പുറത്തെ പള്ളിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. പള്ളി ഈ റൂട്ടിലാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അടുത്തായിട്ട് എവിടെയെങ്കിലും നമുക്ക് കുറച്ച് ഗ്രാമക്കാഴ്ചകളൊക്കെ കൂടെ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നോക്കാം കിട്ടുമോ. ആ പള്ളി ഇതാണ് കേട്ടോ. 1817 സ്ഥാപിച്ച മാർത്താ മറിയം പഴയ പള്ളി ഇലന്തൂർ. 1817 എന്നൊക്കെ പറയുമ്പോൾ എത്ര വർഷത്തെ പഴക്കമുണ്ടാവും അല്ലേ. ഇവിടങ്ങളിൽ വന്നു കഴിഞ്ഞാലേ പള്ളിയിലോട്ട് അമ്പലത്തിലൊന്നും കയറി എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെ ഒന്നും നമുക്ക് ഈ പുറത്തൊക്കെ നിന്ന് കാണാമല്ലോ, അതിന് കുഴപ്പമില്ലല്ലോ. ഇവിടെ ഒരു വീട്ടിലൂണെന്ന് പറഞ്ഞ തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഉച്ചയായില്ല, കഴിക്കാറായെന്നെ കഴിച്ചാക്കാരും. ഇത് നമുക്ക് വന്ന വഴി തിരിച്ചുവോ. ഇതുണ്ട് ഇലയൂണിന് വേണ്ടി ഇല കൊണ്ട് വെച്ചേക്കുന്ന വഴി ആ വണ്ടിയിൽ. ഇവിടെയൊക്കെ ഒത്തിരി പഴയ വീടുകളാണേ. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അങ്ങനെ നമ്മൾ പള്ളിയുടെ അവിടെ വാതൊക്കെ ചെന്ന് കണ്ടേ ഉള്ളൂ കേട്ടോ. ഇത് തിരിച്ചേക്ക് പോന്നേ. പിന്നെ 2-3 ചേട്ടന്മാരിട്ടുണ്ട്. ഇവരുടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം അല്ലേ. ഇവിടെ 2-3 ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ടേ. അവരോട് എന്തെങ്കിലുമൊക്കെ വിശേഷം ചോദിച്ചാക്കും. എന്നാ പറയുന്നു? ഞാനിവിടുത്തെ ഗ്രാമക്കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നേ. അപ്പോൾ ആദ്യം ടൗണിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ടേ ചെറിയ യൂട്യൂബ് ചാനലിൻ്റെ ഒക്കെ പരിപാടിയാണ്. പേരെന്നാ? ശശി. ചേട്ടൻ്റെയോ? രമണേ. ചേട്ടൻ്റെ? സുനിൽ. ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറയും. ഞാൻ കട്ടപ്പനയെന്നാണ് വരുന്നത്. ഇവിടുത്തെ നിന്ന് അടുത്ത പോലെ കാണാനുള്ള എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടോ? മോഹൻലാലിൻ്റെ തറവാട് വീടൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഈ വഴിക്കാണോ പോകണ്ടേ? 1 കിലോമീറ്റർ ഉണ്ടോ? അല്ല, ആ 1 കിലോമീറ്റർ നടന്നു പോയാൽ ഗ്രാമക്കാഴ്ചകളൊക്കെ കാണാനുണ്ടോ? വയലൊക്കെ ആയിട്ട് ഉണ്ടല്ലേ. കുളമൊക്കെ ഉണ്ടോ? പരിയാരം പടി എന്ന് പറഞ്ഞാൽ അതെവിടെ? അവിടെ ഉണ്ടോ വീട്? ഇതാണ് ശരിക്കുള്ള വീട്. ഈ വഴിക്കല്ലേ 1 കിലോമീറ്റർ നടന്നു പോകും. ആ പോകുന്ന വഴി കുറേ കാഴ്ചകളൊക്കെ കിട്ടും അല്ലേ. ഈ പച്ചപ്പുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് പറയാം. അപ്പോഴവിടെ ഇരുന്ന ചേട്ടന്മാർ പറഞ്ഞേ ഈ നേരെ വഴിക്ക് പോയാൽ മതി, നമുക്ക് മോഹൻലാലിൻ്റെ വീടൊക്കെ ഈ റൂട്ടിലാണെന്ന് പറഞ്ഞേ. നേരത്തെ അവർ പറഞ്ഞത് അപ്പുറത്തെ റൂട്ടിലാണ് വഴിയാണെന്ന് പറഞ്ഞത്. അത് പുള്ളിയുടെ വലിയച്ഛൻ്റെ വീടാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ റൂട്ടിൽ ഇങ്ങനെ പോയിട്ട് അപ്പോൾ നമുക്ക് ഈ അടൂർ റോഡൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ വഴി സൈഡിലൊക്കെ ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാവേ. ഒക്കെ കണ്ടങ്ങനെ പോകാം. അടൂർ ഓമല്ലൂർ ആ റൂട്ടിലേക്കൊക്കെയാണ് ഈ വഴി പോകുന്നത്. ഓമല്ലൂർ ചന്തയുടെയൊക്കെ നമ്മളൊരു പ്രാവശ്യം വീഡിയോ എടുത്തില്ലായിരുന്നു. അത് ഈ റൂട്ടിലാണ്. ഞാനിന്ന് രാവിലെ 6 മണിക്ക് 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണേ. 7 മണിക്കുള്ള വണ്ടി നമ്മുടെ അവിടുന്ന് കയറി. അവിടുന്ന് അങ്ങനെ മുണ്ടക്കയം വന്നു. മുണ്ടക്കയത്തുനിന്ന് റാന്നി വന്നു. റാന്നിയിൽ നിന്ന് കോഴഞ്ചേരി വന്നു. അപ്പോൾ എത്ര വണ്ടി മാറി കയറിയെന്ന് നോക്കിയേ. 123 രൂപ ടിക്കറ്റായി ഇവിടം വരെ വന്നപ്പോഴത്തേക്ക്, ഈ ഇലന്തൂർ വരെ വന്നപ്പം. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും മാറും വേറെ വരും കേട്ടോ. അപ്പം ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വരുമ്പോൾ ഉള്ളൊരു ഇത് നോക്കിയേ. ഇപ്പോൾ തന്നെ മണി ഏതാണ്ട് 12 മണിക്ക് അടുത്തായി. പിന്നെ മഴ വരാൻ പോകുന്നുണ്ട്. ഈ സമയത്തിനുള്ളിൽ നമ്മൾ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്യണം. ഒരു 10 മിനിറ്റായി നമ്മളിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടേ. അവിടെ ഒരു അസംബ്ലി ഓഫ് ഗോഡ് ബെഥേൽ ചർച്ചിൻ്റെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട്. എന്നാലും ഈ ഭാഗങ്ങളൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ഇലന്തൂർ കുടുംബയോഗം സ്ഥാപിതം 1917. ഇലവുംതിട്ട, പ്രാക്കാനം, ഓമല്ലൂർ ഇതെല്ലാം ഈ റൂട്ടിലാട്ടോ. മഴ ഇപ്പം എങ്ങാനും കയറി പെയ്യുമോ? മഴ പെയ്താൽ പണിയായി. ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ. പുന്നക്കാട് വലത്തോട്ട്, ചിറക്കാല ഇടത്തോട്ട്, ഇലവുംതിട്ട ഓമല്ലൂർ നേരെ ഇങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് വഴിക്കാണ് തിരിയേണ്ടതെന്ന്. ഇതാണ് ഇലന്തൂരെ ചന്തമുക്ക് കേട്ടോ.
ഇവിടെ ഒരു ചന്തയൊക്കെ ഉണ്ട്, നമുക്ക് ആ ചന്തയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം അല്ലേ, പച്ചക്കറി ചന്തയൊക്കെ. ഇപ്പോൾ എലന്തൂര പച്ചക്കറി ചന്തയാണ് ഇത് കേട്ടോ. ഇന്നാണോ ഇവിടുത്തെ ചന്ത? ഇന്നാണോ? ആ രണ്ട് പേരനാ? മൊയ്തി. ഇവിടെ തന്നെ താമസിക്കുന്നതാണോ? ഞാൻ ഇതിൽ കുറേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ കോഴഞ്ചേരിയൊക്കെ ഒന്നുണ്ടായിരുന്നു, അത് നല്ല ഇതായിരുന്നു. അപ്പോൾ ഇന്ന് ആണ് ഇവിടുത്തെ വെള്ളിയാഴ്ച ഇവിടെ ചന്ത അല്ലേ? ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടോ കാച്ചിൽ, ചേന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് അധികം ഇല്ലാത്തതാണ്. നാടൻ തൈരൊക്കെ അവിടെ ഉണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചിയുടെ പേരനാ? ശാന്തന്മാരാജ്. ചേച്ചിയുടെ കടയാണ് ഇതല്ലേ? തൈരൊക്കെ ഉണ്ടല്ലേ, ചീരയുണ്ട്, തൈരുണ്ട്. യൂട്യൂബിൽ എന്നെ കാണുന്നുണ്ടോ? വിനോ കണ്ടിട്ടുണ്ടല്ലേ? ഉണ്ടല്ലേ? കഴിഞ്ഞ ആഴ്ച കോഴഞ്ചേരിയൊക്കെ ഒന്നുണ്ടോ? കോഴഞ്ചേരി ഇവർക്ക് തന്നെ അറിയാമെന്നാണ്. അപ്പുറത്തുണ്ട്, നമുക്ക് അവിടെ പോവാം. ഓഫീസ് പോവാം. അപ്പോൾ നമുക്ക് ഈ പച്ചക്കറിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോവാം. ഇതാണ് നമ്മുടെ എലന്തൂര ചന്ത കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചന്തയിലൊക്കെ കയറി കേട്ടോ. ഇനിയിപ്പോൾ ചന്തയുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഈ പുറത്തേക്ക് മറ്റുള്ള കാഴ്ച. അപ്പോൾ ഇവിടെ ഏതാ കുറച്ച് ചേട്ടന്മാരെ തടിയൊക്കെ വെട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആ കാഴ്ചകൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറേ മാങ്ങാപ്പഴമൊക്കെ വയ്ക്കുന്നു കേട്ടോ. മാങ്ങാപ്പഴത്തിനൊക്കെ വില കുറവാണ്. 3 കിലോ 100 രൂപ, അത്രേ ഉള്ളൂ അല്ലേ? റംബുട്ടാൻ കണ്ടോ? റംബുട്ടാൻ കാഴ്ച കിടക്കുന്നുണ്ടോ? ചിലയിടത്തൊക്കെ ഇങ്ങനെ വലയിട്ട് മൂടി വെച്ചേക്കുന്നതാണ്, വവ്വാല് കടിക്കാതെ. വേനൽക്കാലത്തൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇവിടെ ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അമ്പലമൊന്നും കണ്ടില്ല കേട്ടോ. അങ്ങോട്ടൊരു ബാങ്കിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. എനിക്ക് തെറ്റിപ്പോയായിരുന്നു കേട്ടോ. ഈ കുളം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു അതിൻ്റെ തൊട്ടടുത്ത് അമ്പലം ഉണ്ടാവുമെന്ന്. അപ്പോൾ അങ്ങനെയാണ് അമ്പലക്കുളം എന്നൊക്കെ പറഞ്ഞത്. അത് തെറ്റായിപ്പോയി. ഇവിടെ അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ കണ്ട ഒരു ബാങ്കൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒരു വീട് വന്നു. ആ വീടാണോ? ഒരു കുറച്ചങ്ങ് ചെല്ലുമ്പോൾ ഒരു മൺറോഡ് കാണുമെന്നാണ് പറഞ്ഞത്. ആ മൺറോഡെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് മോഹൻലാലിൻ്റെ തറവാടെന്ന് പറഞ്ഞത്. നോക്കാം. ഇവിടെ കാണുന്നതാണോ? ഇതാണോ ഇനി? അറിയാമല്ലോ. ഇവിടെ ഒരു നിരപ്പാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു പഴയ കിണറൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച സ്ഥലം ആയില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ടേ. ഇവിടെയൊക്കെ കണ്ടേ വീടിന് പറ്റിയ ചെമ്പകമൊക്കെ കണ്ടേ, ചുവന്ന ചെമ്പകപ്പൂ. നല്ല ഗ്രാമപാതകളൊക്കെ അല്ലേ? വിജയവിലാസ് പട്ടേരത്ത്. അങ്ങനെ നമ്മളിതാ ഈ ഒരു ജംഗ്ഷനിലോട്ട് വന്നേ. ഇവിടെ നിന്ന് വലത്തോട്ടൊരു വഴി പോകാനുണ്ടെന്ന് പറയുന്നു. നോക്കാം. ഇവിടെ ചെറിയ അമ്പലത്തിൻ്റെ ഒരു കാണിക്കവഞ്ചിയൊക്കെ, സിദ്ധൻ സർവീസ് സൊസൈറ്റിയൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വന്നപ്പോൾ ഒരു ചേട്ടനെ കണ്ടു. ചേട്ടാ, ഈ മോഹൻലാലിൻ്റെ തറവാട് വീട് എന്നൊക്കെ പറഞ്ഞു എവിടെയാണ്? എവിടെയാട്ടാ? അപ്പുറത്ത് കാണുന്നതാണോ? അതിൽ എങ്ങോട്ടാ? അതിലെ വഴി കിടക്കുന്നത്? ഫസ്റ്റ് വീട് അല്ലേ? ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് കമലാസൻ. ഇവിടെ ഓട്ടോ ഓടിക്കണം. ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു അപ്പുറത്തെ വഴിയാണ്. ഞാൻ ആ വഴിക്കെല്ലാം പോയിട്ട് തിരിച്ചു വരുമായിരുന്നേ. അപ്പോൾ അതിലെന്ന് എന്നാൽ ഞാൻ അതിലൊന്ന് പോയിട്ട് വരാം. ഫസ്റ്റ് കാണുന്ന വീട് അല്ലേ? ശരിയാണ്. അപ്പോൾ ആ ഓട്ടോ ചേട്ടൻ പറഞ്ഞനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ട് അവിടുന്ന് ആ ഒരു പാർസൽ വണ്ടി പോകുന്നില്ലേ, അതിൻ്റെ അതിലെ വലത്തോട്ടാണ് കേട്ടോ വഴി. നമുക്ക് ആ വഴിക്ക് പോയി നോക്കാം. ഇതൊക്കെ സ്ഥലങ്ങൾ കണ്ടോ, എന്തോരം ഭംഗിയല്ലേ. ഞാനിങ്ങനെ ഭംഗി എന്ന് കുറേ നേരമായിട്ട് പറഞ്ഞല്ലേ. മണ്ണും പാകം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. മണ്ണും പാകം ഇലന്തൂർ. നമ്മൾ നേരത്തെ വന്ന വഴിയല്ല. വഴി എൻ്റെ ഇടയ്ക്കൊക്കെ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മോഹൻലാലിൻ്റെ തറവാട് വീടിൻ്റെ ആ ഭാഗത്തേക്ക് എത്തി കേട്ടോ. ഈ ഒരു വഴി ഇങ്ങനെ പോകുന്നുണ്ടോ? അപ്പുറത്തേക്കെല്ലാം റബ്ബർ തോട്ടമാണ്. പിന്നെ ഇവിടെ ഒരു വലിയൊരു മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. ആ വീട് നമുക്കൊന്ന് കാണാം. മോഹൻലാൽ ഓടിക്കളിച്ച വീട്. നല്ല രസമല്ലേ കാണാമല്ലേ? പഴയ മാതൃകയിൽ ഓടൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ തിരിച്ചു വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക്
വഴിയിലോട്ട് പോവാവേ. എന്നിട്ട് പിന്നെ അപ്പുറത്തെ കവല ചെന്നിട്ട് എലന്തൂർ ടൗണിലോട്ട് പോവാം. എലന്തൂർ ഭാഗം തന്നെയാണ് ഇത് മൊത്തത്തിൽ ഇവിടെ എല്ലാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ മറ്റേ ഈ ചെറിയൊരു അമ്പലം പോലെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോവാം, നേരെ കവലയ്ക്ക് പോവാം. ഇടയ്ക്ക് വല്ല കടയും കിട്ടി ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കായിരുന്നു. ഇവിടെ വേറെ രസം എന്നാന്ന് വെച്ചാൽ നമ്മളാ പോയ വഴിക്കും അപ്പുറത്തും ഇപ്പുറത്തെല്ലാം ഈ മോഹൻലാലിൻ്റെയൊക്കെ കുടുംബക്കാരും ബന്ധുക്കാരൊക്കെ ഒത്തിരി പേര് താമസിക്കുന്നുണ്ട്. എന്നോട് ആദ്യം കവലയെന്ന് അവർ ആൾക്കാർ പറഞ്ഞത് പരിയാരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇപ്പോൾ 2 പേരെ പറഞ്ഞത് എനിക്ക് വഴി തെറ്റിപ്പോയായിരുന്നേ. 3ാമതൊരു ഓട്ടോക്കാരൻ പറഞ്ഞാണ് കറക്റ്റായിട്ട് ഞാൻ അവിടെ ചെന്നത്. ആ ഒരു താടിച്ചേട്ടനെ കണ്ടായിരുന്നോ? ഭയങ്കര താടിക്കാരൻ ചേട്ടൻ. കുളക്കര നമ്മൾ അപ്പുറത്തെ റോഡേ ഇങ്ങോട്ട് വന്ന കേട്ടോ. ഈ കുളത്തിലേ വലിയ മീനുകളൊക്കെ കിടപ്പുണ്ടേ. ഇത് എന്നെ കണ്ടപ്പോൾ എല്ലാവരും താന്നു പോകും. അപ്പം നമ്മൾ വന്നത് ആ വഴിക്ക് ഇങ്ങോട്ടാണേ. അപ്പോൾ ഇതാണ് മെയിൻ റോഡ് അങ്ങോട്ട് കവലയ്ക്കുള്ളത്. ഇനിയിപ്പോൾ നമുക്കിവിടെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമ്പലവും സ്കൂളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. പള്ളി നമ്മളവിടെ കണ്ടില്ലേ, അങ്ങനെ കുഴപ്പമില്ല. ഇതൊരു ഹോട്ടലൊക്കെ ഉണ്ട്. അമ്പലം അപ്പുറം കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് വരാം. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഗവൺമെൻറ് സ്കൂളും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നേ. അതും കൂടെ കൊണ്ടുവരാം. ഗാന്ധി ഗ്രാമവ്യവസായ കോംപ്ലക്സ് എലന്തൂർ, അതിൻ്റെ ഒരു കോംപ്ലക്സ് ഇത് കേട്ടോ. അമ്പലം കൂടെ അല്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോകണമെന്ന് തോന്നുന്നു. അത് ഞാൻ ഇവിടെ ഒരു ഗോപുരം പോലെ കണ്ടപ്പോഴേ ഇത് ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ അടുത്ത അമ്പലമായിരിക്കും. ഇത് ഗാന്ധി ഗ്രാമസൗഭാഗ്യയുടെ പരിപാടിയൊക്കെ ഇവിടെ. ഇവിടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. കുറച്ച് അപ്പുറത്തൊരു കവലയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ ഈ വഴിക്കോട്ട് വന്നു കഴിഞ്ഞാൽ. പക്ഷെ നമുക്ക് അവിടെ നിന്ന് ഇവിടെ വന്ന് സമയമെല്ലാം കൂടെ ഒത്തു കിട്ടുന്നത് ഭയങ്കര പാടാണ്. 2 വീഡിയോ 3 വീഡിയോ ചിലപ്പോൾ എടുക്കാൻ പറ്റുമായിരിക്കും. എലന്തൂർ വില്ലേജ് ഓഫീസ്. ആ പിള്ളേർ പോകണം പോക്ക് വയ്ക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഗവൺമെൻറ് സ്കൂളിലേക്ക് പോകുന്ന വഴിയാ. ഗ്രാമപഞ്ചായത്ത് ഓഫീസുണ്ട്, മാർത്തോമ വലിയ പള്ളിയുണ്ട് കേട്ടോ. എലന്തൂർ ഭാഗം തന്നെ ഇപ്പുറത്തൊരു കവല. ഞാൻ വെള്ളം കുടിക്കണമെന്ന് പറയില്ലേ, ഇത് അവിടെ ഒരു കടയുണ്ടായിരുന്നു, അവിടെ കയറി വെള്ളം കുടിച്ചാലോ. തണുത്ത നാരങ്ങാളം കുടിച്ചാൽ പനി കിട്ടുമോ പറയാൻ പറ്റില്ല, എന്നാലും നോക്കാമല്ലേ. ഇവിടെ കട നമുക്ക് പോകേണ്ടത് ആ വലത്ത് സൈഡിലോട്ടുള്ള ആ വഴിക്കാണേ. ഇപ്പം നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. ചേട്ടൻ്റെ പേര് ചേട്ടാ? മുരളീധരൻ. ഇവിടെ അടുത്ത് നമുക്ക് കുറച്ച് നല്ല കാഴ്ചകൾ കിട്ടുന്ന സ്ഥലമുണ്ടോ അങ്ങോട്ടൊക്കെ? ഇങ്ങോട്ടൊക്കെ ഉണ്ട്. എന്നാ ഉള്ളത്? ഇവിടെ സ്കൂള്, കോളേജ്, പിന്നെ അക്കുഡേറ്റ്, കായംകുളം കൊച്ചിൻ്റെ അമ്പലമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് പോയാൽ കാണാം, ആ വഴിക്ക് പോയാലേ. ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട്. അപ്പോൾ ഞാനിവിടെയൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നായിരുന്നേ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ടേ പുറത്തിറങ്ങി. ആ കടക്കാരൻ ചേട്ടനെയൊക്കെ പരിചയപ്പെട്ടു. പുള്ളി പറഞ്ഞത് ഈ വഴിക്ക് പോയാൽ കുറേ കാഴ്ചകളുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ ഒരുപാട് നടക്കാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ ലെങ്ത്തും കൂടും, പ്രശ്നമാണ്. നമ്മൾ കയറി വരുന്ന വഴിക്ക് തന്നെ നല്ല ഭംഗിയുള്ളൊരു അമ്പലവും ആലും ഒക്കെ ആയിട്ട് ഉള്ളൊരു കാഴ്ചകളൊക്കെ. അപ്പോൾ ഇവിടെ പള്ളിക്കാണ് ഏറ്റവും കൂടുതൽ പഴക്കം. 200 വർഷത്തിന് മേളിൽ പഴക്കമുള്ളൊരു പള്ളി ഉണ്ട്. കുഴിക്കാല എലന്തൂർ റോഡാണ് ഇതേ. അതുപോലെ പുള്ളി പറഞ്ഞില്ലേ ഇവിടെ കായംകുളം കൊച്ചിൻ്റെ ഒരു കാവൊക്കെ ഉണ്ടെന്ന് അപ്പുറത്ത്. പക്ഷെ അത് ഇതിൽ ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് പറഞ്ഞേ. നടക്കുന്നതിന് നമുക്ക് മടിയുണ്ടായിട്ടില്ല, ഗ്രാമക്കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നടക്കാമല്ലോ. പഞ്ചായത്ത് ഓഫീസ് എലന്തൂർ ഇവിടെ അടുത്ത് തന്നെ കിട്ടുന്നു കേട്ടോ. പിന്നെ ഇതുണ്ടോ ഒത്തിരി പൊക്കത്തി മതിൽ കെട്ടിയിട്ട് ഇവിടുത്തൊക്കെ വീടിരിക്കുന്നത് അങ്ങ് ഒത്തിരി ഉള്ളിലേക്കാണ്. കുറേ പഴക്കമുള്ള വീടുകളല്ല. അതാണല്ലേ പഞ്ചായത്ത് ഓഫീസ്.
അതാണോ ഇത് അകത്തോട്ട് പോകുന്ന വഴിയാണ് അറിയത്തില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഇലന്തൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം. ഇവിടെ വെളിയിൽ വാഹനങ്ങളൊന്നും കാണുന്നൊന്നുമില്ല. പത്തനംതിട്ട ജില്ല. നല്ല ഭംഗിയുള്ളൊരു ഗ്രാമപഞ്ചായത്തല്ലേ. പഴയൊരു കെട്ടിടത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. പക്ഷേ ഇത് ലൈറ്റൊക്കെ അടച്ചിട്ടിരിക്കുവാണേ. അതിനുള്ളിൽ നല്ല രസമുള്ളൊരു അമ്പലം ഉണ്ട്. നമുക്ക് അമ്പലത്തിലേക്കൊന്ന് കയറി പോകാനൊന്നും പറ്റില്ല. പള്ളി അപ്പുറത്തുണ്ട്. പള്ളിയിലോട്ട് കയറിച്ചല്ലോ. അത്ര പഴക്കമുള്ള പള്ളിയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അവിടെ കയറാമായിരിക്കും. ഇവിടെ ഈ ഒരു റോഡിൻ്റെ പേരുണ്ടോ, ഹെഗ്ഡേവാർ, ഡോക്ടർ ഹെഗ്ഡേവാർ. ഇതിലുള്ള നടപ്പുണ്ടല്ലോ, ഈ വീതി കുറഞ്ഞ റോഡാണേ. ചറവറ എന്ന് വണ്ടി വരുന്നുണ്ട്. നോക്കി വേണം നടക്കാൻ. അതുപോലെ തന്നെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ കാവുണ്ടെന്ന് പറഞ്ഞില്ല. പിന്നെ കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു കാവ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ. അവിടെ വെച്ചാണ് മോഹൻലാലിൻ്റെ കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുക ആ ഒരു സിനിമയൊക്കെ എടുത്തത്. അപ്പം ആ ഒരു കാഴ്ചകളും കൂടെ നമുക്ക് കാണാൻ പറ്റുമോ നോക്കണം. കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ സ്കൂളും പള്ളിയും ഒക്കെ ഒന്ന് കാണാവേ. അപ്പോൾ ഇതാ മാർത്തമറിയം വലിയ പള്ളി, എലന്തൂർ. അപ്പോൾ നമ്മൾ ഈ വലിയ പള്ളിയുടെ അടുത്ത് ഇപ്പോൾ ഒരു ചേട്ടനെ പരിചയപ്പെട്ടേ. പേരെങ്ങനെയാ? എൻ്റെ പേര് ലാലു. ജോൺ എന്നാ അല്ലേ? ഈ പള്ളി ഇടവക്കാരനാ? ആണല്ലേ? ഈ പള്ളിയൊക്കെ എത്ര പഴക്കമുണ്ട്? 208 വർഷം. 208 വർഷം പഴക്കമുണ്ട് അല്ലേ? ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. 650 വീട്ടുകാരുണ്ട്. 650. പള്ളി പഴയ പള്ളിയാ, പുരാണ പള്ളിയാണ്. അന്നത്തെ പണിഞ്ഞ പള്ളികളാണ് ഇപ്പോഴും. അന്ന് പണിത ആൾക്കാരുണ്ട്. ഇതിനടുത്ത് തന്നെ ഒരു ബി.എഡ് കോളേജ് ഉണ്ട്. ഇവിടെ പിന്നെ കെ കുമാർജി ഉണ്ടായിരുന്നു. ഈ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒക്കെ കൂടെ ഉള്ള മഹാത്മാഗാന്ധി ഇവിടെ വന്നിട്ടുണ്ട്. ഈ പഞ്ചായത്ത് ഓഫീസിന്റെ മുറ്റത്ത് വന്നിട്ടുണ്ട്. അവിടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ പോയാൽ കാണാം. അപ്പൊ തിരിച്ചു പോകുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ വഴിയിൽ നിന്ന് കാണിച്ചാ പോകുന്നത്. അപ്പൊ തിരിച്ചു പോകുമ്പോ കയറി കാണാം. അപ്പൊ ഞാൻ ഈ പള്ളിയിലൊന്ന് കുഴപ്പമില്ല, എന്നാ പോയിട്ട് വരാം. അപ്പൊ ചേട്ടൻ എന്റെ ചാനലൊക്കെ കണ്ടായിരുന്നല്ലേ? കണ്ടായിരുന്നല്ലേ? ഓ ശരി. ഓക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞു കേട്ടോ, പുള്ളി നമ്മുടെ ചാനലൊക്കെ കണ്ടായിരുന്നു പറഞ്ഞു. കോഴഞ്ചേരിയുടെ കാഴ്ചകളൊക്കെ. പള്ളി എലന്തൂരൽ വലിയ പള്ളിയാണ് ഇത്. ഇത് പുതിയ പള്ളി. 200 വർഷത്തിനുള്ളിൽ പഴക്കമുള്ള പഴയ പള്ളിയാണ് ആ കാണുന്നത്. അപ്പം ഇതൊക്കെ കണ്ടോ, നമ്മളപ്പുറത്ത് അവരോട് പെർമിഷനൊക്കെ ചോദിച്ചിട്ട് എടുക്കുന്നത് അത്. അപ്പം ആ പള്ളിയുടെ അകത്തൊന്നും കയറി നമുക്ക് എടുക്കാൻ പറ്റില്ല, പുറത്തുനിന്നാണ്. ഈ പള്ളിയാണ് 200 വർഷത്തിന് മേൽ പഴക്കമുള്ള പള്ളി. എന്ത് മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നോക്കി. ഈ പള്ളിയുടെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും സിമിത്തേരി നമുക്ക് ഇങ്ങനെ വരുമ്പോൾ കാണാവേ. അതുപോലെ തന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ മനോഹരമായൊരു പൂന്തോട്ടമൊക്കെയാണ്. നമ്മൾ കയറി വന്ന അപ്പുറത്തെ സൈഡിൽ കൂടെയാണേ. തെച്ചിപ്പൂവ്, പിന്നെ ഈ മഞ്ഞപ്പൂവിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. നല്ല മഞ്ഞപ്പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ. ഈ സിമിത്തേരിക്ക് ചുറ്റും ഒരു നല്ല മനോഹരമായ, അതിൻ്റെ ഉള്ളിലും എല്ലാം ഒരു നല്ല പൂന്തോട്ടമായിരിക്കുകയാണ്. അതോടുകൂടി പള്ളിയും കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ. ഈ സൈഡിൽ നിന്ന് പള്ളിയുടെ ഫ്രണ്ട് കവാടം ഇതാണ്. പക്ഷെ നമ്മൾ അപ്പുറത്ത് ബാക്കി സൈഡിൽ കൂടെ അങ്ങോട്ട് കയറി വന്നേ. എലന്തൂര് മാർത്തമറിയം വലിയ പള്ളി. ഇനി നമുക്കിവിടെ ഹൈസ്കൂൾ ജംഗ്ഷനാണ് കേട്ടോ. ഇപ്പോൾ ഗവൺമെൻറ് ഹൈസ്കൂളും കാണാം. ആ കാണുന്നതാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ കണ്ടോ. അതിൻ്റെ അപ്പുറത്തൊരു ഫ്രണ്ട് കവാടമുണ്ട്. പക്ഷേ ഇവിടെ നോക്കിയാൽ വേറൊരു സംഭവമുണ്ട്. ഇത് മുഴുവൻ ചേമ്പാട്ടോ. ഈ ചേമ്പ് എന്തിനാണ്? ഇത് കാട്ടിയേമ്പ് പോലത്തെ ചേമ്പാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഒന്നിനും പറ്റത്തൊന്നുമില്ല. എൻ്റെ പിന്നെ മഴയും വന്നു. അങ്ങനെ നമ്മൾ ഗവൺമെൻറ് ഹൈസ്കൂൾ ജംഗ്ഷനിലേക്ക് എത്തി. ഇവിടെ ഊണൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഊണ് റെഡി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വീട്ടിലൂണ്. അപ്പോൾ ഇവിടെ കയറി നമുക്കൊരു ഊണൊക്കെ കഴിക്കാൻ വേണമെങ്കിൽ. സ്കൂൾ കവാടം ഇതാണ്.
ഇതാണ് കേട്ടോ എലന്തൂര് ഹൈസ്കൂള്. ഇവിടെയൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അവിടെ അങ്ങോട്ട് കയറി പോകാനും നമുക്ക് പറ്റത്തില്ല. ഇവിടെ നീൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ കാണാം. കുറച്ച് പിള്ളേർക്ക് അവിടെ ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഇത് കണ്ടോ, പഴയ മോഡലിൽ ആ കൽത്തൂണിലൊക്കെ നിർമ്മിച്ചാണേ. ഓടൊക്കെ ഇട്ട് ഒത്തിരി ഭംഗിയില്ല ഇത് കാണാൻ. അതുപോലെ ഇവിടുന്ന് വഴി വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. ആ വഴിക്കാണ്. അവിടെ ഒരു അക്കോഡേറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അക്കോഡേറ്റും കൂടെ പോയി കാണണേ. അപ്പോൾ ഇതാണ് സംഭവം. സ്കൂളൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇങ്ങനെയൊക്കെ വേണം ഗ്രാമങ്ങൾ. അപ്പോൾ ഇതിലെ ഇങ്ങനെ ഒരു വഴി പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഇതൊക്കെ ആണ്. ഇതെന്ന് വെച്ചാൽ ഇതാണ് അക്കോഡേറ്റ് കേട്ടോ. അക്കോഡേറ്റ് നമുക്ക് ഇതിങ്ങനെ കാണാവേ. നമ്മൾ അവിടെ ആ ഒരു ചെറിയ പാലമുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന വഴിക്കാണ് കായംകുളം കൊച്ചുണ്ണിയുടെ ഇതൊക്കെ സംഭവങ്ങളൊക്കെ എന്തോ കാവുന്ന അങ്ങനെയുള്ള പരിപാടികളും ഉണ്ടെന്ന് പറഞ്ഞേ. അത് ഞാനൊരു ചേട്ടന് നമ്പർ കൊടുത്തത്. പുള്ളി അവിടുത്തെ ഫെബ്രുവരിയിലെങ്ങാണ്ട് അതിൻ്റെ ഉത്സവം പരിപാടിയൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് വന്നാൽ മതി. ഇപ്പോൾ പോയാൽ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലെന്നാണ് പറഞ്ഞേ. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് ഈ അക്കോഡേറ്റിൻ്റെയൊക്കെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇതുണ്ടോ, ഇതിങ്ങനെ അങ്ങോ പോയിരിക്കുകയാണ്. ഒരു പഴയ പാലമൊക്കെയാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ പുഴ പോകുന്നുണ്ടോ അറിയത്തില്ലോ. നോക്കാമല്ലേ കുറച്ച്. പുഴയൊന്നും ഇതിലെ പോകുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ എന്തോ സംഭവം, ഇതിൻ്റെ അടിയിൽ കൂടെ മഴ പെയ്ത് കഴിയുമ്പോൾ ഒരുപാട് വെള്ളമൊക്കെ കയറി വരുമോ. ഇവിടെ ഒന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ആ പള്ളിയും പള്ളിയുടെ മണിമേടൊക്കെ കാണാവേ. നല്ല അടിപൊളി ഗ്രാമഭംഗിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല ഇവിടുത്തെ കാഴ്ചകൾ. ഇതുണ്ട് ഇവിടുന്നൊക്കെ അങ്ങോട്ട് നോക്കുമ്പോണ്ടല്ലോ കണ്ടവും വയലും ഒക്കെ. പക്ഷേ ഇവിടെയൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കൃഷി ചെയ്യുന്നില്ല. അതിനാണ് മനസ്സിലാവാതെ. റബ്ബറുണ്ട് അവിടെ ഇവിടെയൊക്കെ, തെങ്ങുണ്ട്, പിന്നെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഗേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ അക്കോഡേറ്റിൻ്റെ മുകളിൽ കൂടെ കിടക്കുന്ന വഴിയെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇലന്തൂരിനെ പ്രസിദ്ധിയായി ചിത്രീകരിച്ച ഒരു സംഭവം ഉണ്ടായല്ലോ, നരബലി. ആ നടന്ന വീട്ടിലേക്കൊക്കെ ഈ അക്കോഡേറ്റിൻ്റെ നേരെ അപ്പുറത്താണ് അവരുടെ വീടൊക്കെ കേട്ടോ. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ വഴിക്ക് അങ്ങോട്ട് പോയില്ല. അപ്പോൾ പിന്നീട് എപ്പോഴേലും വരുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാവുന്നതാണേ. അപ്പോൾ സംഭവം മനസ്സിലായില്ലേ. നമ്മളാ നടന്നു പോയില്ലേ, അതൊരു തുരങ്കം പോലത്തെ സംഭവമാണ്. അതിൽ കൂടെ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുവാണേ. പമ്പാ നദിയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. എന്നിട്ട് ഇങ്ങോട്ടൊക്കെ ഉള്ള ആ ഒരു ഭാഗത്തേക്കും കൃഷിയിടത്തിലേക്കൊക്കെ ആ വെള്ളം എത്തിക്കുന്നൊരു സമ്പ്രദായം കേട്ടോ. അതാണ് അക്കോഡേറ്റ് അങ്ങനെ കിടക്കുന്നത്. ഇതിൽ പക്ഷേ ഇതിൽ വെള്ളമില്ല. അപ്പോൾ അത് കണ്ടോ, നമ്മൾ കയറിപ്പോയ ആ അക്കോഡേറ്റ് ആ കാണുന്നതാണ് കേട്ടോ. അതാണ് പാലം പോലെ അങ്ങോട്ട് പോകുന്നത്. ഇനി എന്നാൽ നമുക്കിവിടെ കയറി ചില ഊണൊക്കെ കഴിച്ചിട്ട് പോവാം. മിനി ബേക്കറി ആൻഡ് സ്റ്റേഷനറി. ഇവിടെ ചോറുണ്ടല്ലേ? പക്ഷേ ചോറുണ്ടാക്കാം ഉച്ചയിൽ. പേരെന്നാ ഏടാ? എൻ്റെ പേര് വിശ്വൻ. ഞാനിവിടെയൊക്കെ കാണാൻ വേണ്ടിയൊക്കെ വന്നായിരുന്നു. ഇങ്ങനെ അപ്പോൾ കുറച്ച് ഒരു ഗ്രാമക്കാഴ്ച യൂട്യൂബ് ചാനലിലെ പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങോട്ടാണ് വന്നത്. വിനോദ് ഇടുക്കി എന്ന് പറഞ്ഞിട്ട്. വിനോദ് ഇടുക്കി. വിനോദ് ഇടുക്കി സ്കൂളിലാണ്. കോളേജ്. സ്കൂളും കോളേജും ഉണ്ട് ഇവിടെ അല്ലേ? കോളേജുണ്ട്, ഗവൺമെൻറ് കോളേജുണ്ട്, സ്കൂളുണ്ട്. പേരെങ്ങനെ? എൻ്റെ പേര് പ്രദീപ്. ഇവിടെ അവിടെ തന്നെ ഉള്ളത്. ആയിക്കോട്ടെ, ശരി ശരി. എന്തായാലും സന്തോഷം. അപ്പോൾ നമുക്ക് ചോറ് കിട്ടി കേട്ടോ. സാമ്പാർ ഒഴിച്ചു. സാമ്പാർ കുറച്ച് മതി. പപ്പടമുണ്ട്, തൈര് കൊണ്ടാട്ടമുണ്ട്, കൂട്ടുകറിയുണ്ട്, തോരനുണ്ട്, അച്ചാറുണ്ട്. മീനുണ്ടോ? ഒന്നൊരു മീനും കൂടെ തന്നേരെ. ചേട്ടൻ എൻ്റെ ചാനലാണ്. ചേട്ടൻ പേരനാ? രാജൻ. ഇവിടെ ഉള്ളതാണോ? എന്തെങ്കിലും പണിയായിരുന്നോ? വർക്കായിരുന്നു അല്ലേ? എന്നാൽ ശരിയാണ്. അപ്പോൾ നമ്മളെ ഊണൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പം നമ്മളിവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് വരില്ലേ. അപ്പോൾ ഈ കടക്കാരൻ ചേട്ടൻ എന്നോട് സംഭവം പറഞ്ഞു, ഇത് സാധാരണ ഒരു വെയിറ്റിംഗ് ഷെഡ് അല്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പുള്ളി പറഞ്ഞേ. അപ്പോൾ ആ പ്രത്യേകത എന്നാന്ന് ചേട്ടൻ ഇവിടെ ഒന്ന് പറയും. ചേട്ടൻ ഇവിടെ ഒന്ന് പറയാം. അപ്പോൾ ചേട്ടൻ പറഞ്ഞോ, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് പണ്ട് വാഹനമില്ലാത്ത കാലത്തെ ഇത് യാത്രക്കാർ നടന്നു വരുന്നുടനെ
വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമായിരുന്നു. ഇത് വഴിയമ്പലം എന്നാ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പോൾ ഇത് വെയിറ്റിംഗ് ഷെഡ് എന്നൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറയാമെങ്കിൽ ഞാൻ അങ്ങനെയാ അതിന് പറഞ്ഞ ഇത് വെയിറ്റിംഗ് ഷെഡ് പ്രത്യേക രീതിയിലാണല്ലോ എന്നൊക്കെ പറഞ്ഞേ. ഇവിടെ അതിനൊരു ചുമടുതാങ്ങിയൊക്കെ ഉണ്ടായിരുന്നു. ചുമടുതാങ്ങി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ചുമടുതാങ്ങി തലയിൽ ഭാരം എടുത്തുകൊണ്ട് വരുന്നവർക്ക് അത് ഇറക്കി വെക്കാനും എടുത്തുകൊണ്ട് പോകാനും ആരുടെയും സഹായം ഇല്ലാതെ ഇറക്കി വെക്കാം. അപ്പോൾ തലയെ താങ്ങി എടുത്തുകൊണ്ടും പോവാം. അങ്ങനെ സംവിധാനം അങ്ങനെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു കുടുംബക്കാരുടെ വകയാണ്. ഇതിൻ്റെ പേരിൽ ഇവിടെ 10 പറ നിലമുണ്ട്. പണ്ട് ഇവിടെ ഭക്ഷണപ്പൊതി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഓർമ്മയിൽ ഇവിടെ ഒരു തോണിക്കകത്ത് മോരും വെള്ളം പുളിവെള്ളം എൻ്റെ ഓർമ്മയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കടകളൊക്കെ ഇങ്ങനെ വന്നതിന് ശേഷം ആരും അത് കുടിക്കാനില്ലാത്തതുകൊണ്ട് അവരങ്ങ് നിർത്തി. അങ്ങനെ ഇതിൻ്റെ ആയിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഈ വഴിക്ക് ഇങ്ങനെ പോയിട്ട് ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് മീര ജാസ്മിൻ്റെ വീടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും നമ്മൾ എലന്തൂർ വന്നു. ഇവിടെ കുറേ കലാകാരന്മാരൊക്കെ ഉണ്ട്. അതും കൂടെ ഒന്ന് കണ്ടേച്ചോട്ടെ അല്ലേ. ഇതിൽ ഷോർട്ട് കട്ട് വഴിയേ സ്കൂളിൻ്റെ പുറകെ കൂടെ. അപ്പോൾ അവിടെ ഒന്ന് കയറിയേച്ച് വരാം. അതൊക്കെ പള്ള പിടിച്ച് കിടക്കുക. ഇങ്ങനൊരു വഴിയാണ് മുന്നോട്ടുള്ളത്. പഴയ ഒരു കോൺക്രീറ്റ് വഴി ചെയ്തു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ മഴ പെയ്ത് ഒലിച്ചിട്ടൊക്കെ നാശമായി കിടക്കുക. പണ്ട് ഇതൊരു ഇടവഴിയായിരുന്നു കേട്ടോ. പിന്നെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഇവിടെ അതിന് മാത്രം ആൾസഞ്ചാരം അങ്ങനെ ഇല്ലെന്ന് തോന്നിയില്ലേ. ഷോർട്ട് കട്ടായിട്ട് കയറുന്ന വഴിയാണ്. ഓരോ സ്ഥലത്തോട്ട് പോകുന്നത് നമ്മുടെ അവിടെ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ പ്രശ്നമൊന്നുമല്ല. റോട്ടിൽ കയറിയപ്പോൾ ഇങ്ങനൊരു വഴി വരുന്നുണ്ടേ. മുകളിലോട്ട് പോകുന്നുണ്ട്. അതല്ല ഇതിലെ ഒരു എന്തൊക്കെ പള്ളിയൊക്കെ ഉണ്ട്. ഈ വഴിക്കാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇതും ഒരു ഇടുങ്ങിയ വഴി. ഇന്നത്തെ വീഡിയോ നമ്മുടെ കുറേ നീളം കൂടുതലേ. എന്തേലും ആട്ടല്ലേ പോയി നോക്കാം. മീര ജാസ്മിൻ്റെ വീട് കാണാമെങ്കിൽ അതും കാണാം. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു വീടൊക്കെ പൊളിച്ചു പണി എന്തൊക്കെ പരിപാടി നടത്തുന്നു. ഇതാണോ ആ വീട്? ഇതാണ് കേട്ടോ B.Ed കോളേജേ. ഇപ്പോൾ സ്കൂളിലാണോ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. സ്കൂളിൻ്റെ പള്ളിയുടെയൊക്കെ പുറകിൽ ഇവിടെ ആണ് സംഭവം ഇവരുടെ വീടെന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും അതെ. പുറത്തുനിന്ന് കൂട്ടിയിട്ടേക്കുന്നുണ്ടോ. ഇതാണ് കേട്ടോ മീര ജാസ്മിൻ്റെ വീട്. ഈ വഴി ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇപ്പുറത്ത് നമ്മൾ വീട് കണ്ടില്ലേ. പിന്നെ ഈ കോളേജ് ഉണ്ടല്ലോ, ഇപ്പോൾ സ്കൂൾ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. കോളേജിൻ്റെ സ്ഥലമൊക്കെ വേറെ എടുത്തിട്ടേ ഉള്ളൂ B.Ed കോളേജ്. അപ്പോൾ നമുക്ക് ഈ മീര ജാസ്മിൻ്റെ വീട് ഒന്നുകൂടെ ഈ പുറത്തുനിന്ന് നമുക്ക് കാണാം. അവർ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടായിരുന്നു ഇത്. കഴിഞ്ഞിടയ്ക്ക് ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിനി ഇവിടുന്ന് വല്ല അങ്ങോട്ട് പോകാം കേട്ടോ. ഇപ്പോൾ വിശുചേട്ടൻ്റെ കടയിൽ നമ്മൾ ഊണ് കഴിച്ചേ. നല്ല അടിപൊളി ചോറായിരുന്നു കേട്ടോ. മീനുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, കൂട്ടുകറി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പിന്നെ ഒരു കൊണ്ടാട്ടം പോലത്തെ പരിപാടി ഉണ്ടായിരുന്നു, തൈരൊക്കെ ആയിട്ട്. പിന്നെ പച്ചമോര് എനിക്ക് കുടിക്കാൻ വേറെ തന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി മാർത്തോമ വലിയ പള്ളി, നമ്മൾ ഈ പള്ളി കയറിയില്ലേ, തിരിച്ചു വന്നപ്പോൾ ഞാൻ ഒന്നുകൂടെ എടുത്താണ്. മാർത്തോമ പള്ളിയാണേ. എലന്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഒന്നുകൂടെ കാണിക്കുകയാണ് കേട്ടോ. സ്വാതന്ത്ര്യ സമര കാലത്ത് മഹാത്മാഗാന്ധിജി ഇവിടെ വന്നിരുന്നു എന്നുള്ളത് ആണ് ഇവർ പറയുന്നത്. അതിൻ്റെ ഒരു ഗാന്ധി പ്രതിമയൊക്കെ ഏതാണ്ട് അതിനകത്ത് വെച്ചിട്ടുണ്ടേ. ഉണ്ടോ അവിടെ കാണാമോ? നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല, അതിനെല്ലാം കൂടെ സമയമില്ലേ. അപ്പോൾ ഞാൻ അപ്പുറത്ത് ചെന്നപ്പോൾ ആ ഹോട്ടലുകാരൻ ചേട്ടനാണ് എന്നോട് പറഞ്ഞത് ഇതൊക്കെ. അപ്പം നമ്മുടെ ഈ എലന്തൂർ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. കമൻറ്റ്, ഷെയർ, ലൈക്ക് എല്ലാം മറന്നു പോകാതെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇന്നിപ്പോൾ ഇവിടെ വന്ന ഈ ഒരു വീഡിയോ അല്ല, ഇനി അടുത്ത 1-2 കൂടെ എവിടെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാൻ വേണ്ടി നോക്കണം. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ.